ഇറാനിൽ നിന്നും അതിഭീകരമായ മറ്റൊരു മനുഷ്യാവകാശ ലംഘന വാർത്തയും വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവരുടെ ശരീരത്തിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ്. അതായത് മത പോലീസ് ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവരിനി ജീവിച്ചിരിക്കുന്നതിനെ ഭാഗ്യം. കാര്യം എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹിജാബ് ധരിച്ചില്ല, ധരിക്കാത്തതിനാണ് ശിക്ഷയായി ലഭിച്ചത് ചാട്ടവാറടി. ഈ ചേട്ടൻ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല, ശരീരം മുഴുവൻ തല്ലി തകർന്നിരിക്കുകയാണ്. അല്ല, ചാട്ടം കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് കെട്ടിയിട്ടായിരിക്കും അടിക്കാൻ പലപ്പോഴും. ചാട്ടം കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനെ കെട്ടിയിട്ടാണ് ചാട്ടം കൊണ്ട് അടിക്കുക. നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, നിർത്തിയതിന് ശേഷമാണ് ചാട്ടം കൊണ്ട് അടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഏതാണ്ട് പുരാതന ശിലായുഗത്തിലോ മറ്റോ ഇപ്പോഴും അവിടുത്തെ ആൾ ജീവിക്കുന്നതെന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ ഇറാനെക്കുറിച്ച് പറയുമ്പം ഇറാനിൽ ഹിജാബ് വിഷയത്തിൽ വളരെ കാലമായി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. മഹ്സ അമിനിയൊക്കെ കൊല്ലപ്പെട്ടതുപോലും ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയ മഹ്സ അമിനി എന്ന പെൺകുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അതിഭീകരമായി മർദ്ദിച്ച് കസ്റ്റഡി കൊല്ലപ്പെടുകയാണ്. അതിനൊന്നും ഒരു അന്വേഷണവും ഇല്ല. മാത്രമല്ല റീസെൻ്റ്ലി ഈ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടി അടിവസ്ത്രം മാത്രം ധരിച്ച് പ്രതിഷേധിച്ചു. അത് മാത്രമല്ല, തീർന്നില്ല. അവൾ അടിവസ്ത്രം മാത്രം ധരിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടന്ന അവിടെ തന്നെ മറ്റേ പോലീസ് വന്നു. മത പോലീസ് വന്നിട്ട് ഇവിടെ ഭീകരമായി മർദ്ദിച്ചിട്ട് വലിച്ചഴച്ചാണ് ഈ പോലീസ് വാഹനത്തിൽ കയറ്റിയത്. ആ പോലീസ് വാഹനത്തിൽ എല്ലാ ചോരപ്പാടുകൾ പുരണ്ടിരിക്കുന്നത് പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നു. മാത്രമല്ല, പെൺകുട്ടീനെ അവസാനം ഇന്റർനാഷണൽ തലത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായ സമയത്ത് ഈ പെൺകുട്ടിക്ക് മാനസിക രോഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, 16 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥി ഡാൻസ് കളിക്കുന്ന വീഡിയോയിൽ മുടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കൂൾ അധികൃതർ എന്ത് ചെയ്തു, റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഈ പെൺകുട്ടി ടെഹ്റാനിൽ തന്നെയാണെന്ന് തോന്നി പെൺകുട്ടി സ്കൂൾ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ മത പോലീസ് ഹിജാബ് ധരിക്കാത്തതിന് ഫോളോ ചെയ്തൊരു പെൺകുട്ടി മെട്രോയിൽ വെച്ച് പോലീസ് ആക്രമിച്ചു. കോമയിലായിരുന്നു. അവർ കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ മരിച്ചു. അതായത് ഈ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് തലമുടിയാണ് അടിസ്ഥാനപരമായി ഇറാൻ പേടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഒരു മതഭരണകൂടത്തിൽ സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ഉപകരണങ്ങളായി മാത്രം അതിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ നോക്കൂ, അവർക്ക് വിദ്യാഭ്യാസത്തിന് പരിമിതികളുണ്ട്, അവർക്ക് ജോലി മേഖലകൾക്ക് പരിമിതികളുണ്ട്, വസ്ത്രധാരണം അവർക്ക് ഇഷ്ടത്തിനുള്ളതല്ല. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇറാനിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ്ത്രീകൾക്ക് എല്ലാം മാനസിക രോഗം വന്നിട്ട് ക്ലിനിക്ക് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട അവിടുത്തെ വകുപ്പിന്റെ മന്ത്രി ഒരു സ്ത്രീയുണ്ട്. അവരാണ് ഈ മറ്റു പുരുഷന്മാരെക്കാൾ ഇത്തരം കാര്യങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുന്നത്. അതാണ് ഈ അടിസ്ഥാനപരമായിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ ഫിലോസഫിയും താങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്ത് നടക്കും. എപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ മൗദൂദിസ്റ്റുകളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എന്തിനാണ് ഹിജാബിനെ എതിർക്കുന്നത്? അതൊരു ചോയ്സ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ചോയ്സ് ആവുന്നത്? അടിസ്ഥാനപരമായി ഇവർ മതഗ്രന്ഥത്തിൽ അത് ചോയ്സ് ആക്കിയിട്ട് നിർബന്ധിത വേഷമാണ്. അന്യപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ ഭർത്താവോ അല്ലാത്ത അവർ അച്ഛനും പോട്ടെ, കണ്ണുകൾ മാത്രം കാണിക്കാനുള്ള അവകാശം. നടക്കണമെങ്കിൽ കണ്ണ് കാണണമല്ലോ എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതും മൂടിയേനെ. ഇപ്പോൾ മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള വലിയ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ഇത്തരം വേഷപ്പെട്ട ആൾ ഒരുപാട് കാണാറുണ്ട്. ഞാൻ നമുക്കൊരു മൂവ്മെന്റിന്റെ ഒരു ഫ്രീഡം വേണ്ടേ? അതായത് കൈ വിഷയം കാല് വിഷയം നടക്കണ്ടേ മനുഷ്യന്? ഇവരൊരു മനുഷ്യരായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അടക്കി ഭരിക്കുന്ന ലോകത്ത് എല്ലായിടങ്ങളും, അത് അഫ്ഗാനിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, ഈ പറഞ്ഞ ഇറാനിൽ, ഇറാഖിൽ എല്ലാം ഇതാണ് സംഭവിക്കുന്നത്. അല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇറാൻ എന്ന് പറയുന്നത് പണ്ടത്തെ പേർഷ്യയാണ്. വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമാണ്. ആ ചരിത്ര സ്മാരകങ്ങളെ പലതും ഇവർ ഇല്ലാതാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതൊന്ന്. ഇറാഖ് യുദ്ധം പണ്ട് നടന്ന സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നശിച്ചുപോയി. മറ്റൊന്നുള്ളത്, ഈ അങ്ങേറ്റം ഒരു പരിഷ്കൃത സമൂഹമായിരുന്നു ഇറാനിൽ. ഇറാനിയൻ സിനിമ നമ്മുടെ ഇറാൻ ഷായുടെ ഭരണകാലത്ത് എല്ലാവർക്കും വളരെ ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പഴയ വീഡിയോകളൊക്കെ ഇറാൻ ഷായുടെ കാലത്തുള്ള വീഡിയോകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ കുടുംബാംഗങ്ങളാകട്ടെ ഒരുപാട് സ്ത്രീകൾ ജീൻസ് ധരിച്ച സ്ത്രീകളെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ജീൻസ് ഇട്ടിട്ടില്ല. അന്ന് പോലും അവിടെ അത്രയും പരിഷ്കൃത സമൂഹമാണ്. ഇറാനിയൻ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ലോകത്തെ ഏറ്റവും നല്ല സിനിമകളൊന്നാണ് ഇറാനിയൻ സിനിമകൾ. ഇന്നിപ്പോൾ എന്താണ്, ഇനി ഇറാനിലെ സിനിമ എടുക്കുകയാണെങ്കിൽ ഈ മതപണ്ഡിതന്മാരെ കാണിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും കുഴപ്പമാണെന്ന് പറഞ്ഞാൽ, മതത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ പറ്റില്ല. അടിസ്ഥാനമായിട്ട് ഒരു BBC-യുടെ ഒരു ആർട്ടിക്കിൾ പണ്ട് ഞാൻ വായിച്ചതിനകത്ത് കമ്പയർ ചെയ്യുന്നുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ്. നമുക്ക് സങ്കടം വരും ചേട്ടാ കണ്ടു കഴിഞ്ഞാൽ. ഒരു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നല്ല, മനുഷ്യത്വമുള്ള ആർക്കും അതൊന്നും കണ്ടു നിൽക്കില്ല. അവരെങ്ങനെയാണ് തുറന്ന ജയിലായി, സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്ന ഒരു തുറന്ന ജയിലാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ ചോയ്സ് വാദക്കാരുടെ കാര്യത്തിനകത്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതായത്
അടിസ്ഥാനപരമായി ഇവർ പറയുന്നു നിങ്ങൾ പർദ്ദയാണ് എന്നാൽ പിന്നെ ബിക്കിനി ഇട്ടോ എന്ന് പറയും. ഈ പർദ്ദയ്ക്കും ബിക്കിനിക്കും ഇടയിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ടല്ലോ ഇഷ്ടത്തിനിടാൻ. ആ ഇഷ്ടത്തിനിടാൻ അവർക്ക് സാധിക്കുന്നിടത്താണ് അത് ചോയ്സ് ആവുന്നത്. അല്ലാതെ പർദ്ദ ഒരു ചോയ്സ് ആക്കിയല്ല ഇവർ കാണുന്നത്. അപ്പോൾ മാത്രമല്ല ആ വസ്ത്രത്തിലെ പരിമിതികൾ, ആക്ടിവിറ്റികളെ വിലക്കുന്ന പരിമിതികൾ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. മാത്രമല്ല സെക്ഷൽ ഒബ്ജക്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞ സ്ത്രീകളെ പൂർണ്ണമായിട്ടും പുരുഷന്റെ കീഴെയാണ് സ്ത്രീകൾ, പുരുഷനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് വസ്തു മാത്രമാണ് സ്ത്രീ, പ്രൊഡക്റ്റ് മാത്രമാണ്. ഈ ഒരു തോട്ട് പ്രോസസ്സിൽ, ഈ ഒരു ചിന്താ വൈകല്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ മുടിയൻ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് എന്നാണ്. ഇത് പുറത്ത് കണ്ടാൽ ആർക്കാണ് പ്രശ്നം? ഇപ്പം നമുക്കറിയാം നോബൽ ജേതാവായിട്ടുള്ള നർഗീസ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ജയിലിലാണ്. ഇവരെന്തിനാണ് ജയിലിലാന്ന് ഒരു മൂന്നാഴ്ചത്തേക്കിന് 32 വർഷമാണ് അവർക്ക് കിട്ടിയ തടവ്. അവരെ ഒരു നോബൽ ജേതാവാണ്. അവരെ സംബന്ധിച്ച് ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്തിനാണ് കിടക്കുന്നത്? മഹ്സാമിനിയുമായി ബന്ധപ്പെട്ട് ഈ ഹിജാബ് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നിലപാടെടുത്തു, അതായത് ഹിജാബിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് കുറ്റം. അതായത് ഇറാൻ എന്ന് പറയുന്ന മതഭരണകൂടം സ്ത്രീ ഇനി അവർ ഇപ്പം തൊട്ടടുത്ത് ഇറാഖിൽ ഇനിയിപ്പോ ചൈൽഡ് മാരേജ് ഒരു ലീഗലൈസ് ചെയ്യാൻ പീഡോഫീലിയ ലീഗലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇത് തന്നെ സ്വാഭാവികമായിട്ടും അവരെടുക്കാൻ പോകും. അവര് ഇറാനിൽ ഇനി ഒരുപാട് പരിഷ്കരണങ്ങൾ പരിഷ്കരിക്കുക എന്നല്ല. ഇറാഖിൽ നമ്മളിപ്പോൾ എന്തൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോഴും സദാം ഹുസൈൻ്റെ അകത്ത് ഇത്രയും വൃത്തികൾ നടന്നിട്ട് നമുക്ക് തോന്നുന്നില്ല. അയാൾ അക്കാര്യത്തിൽ കുറച്ചൊരു ലിബറൽ ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം. അപ്പോൾ ഇവർ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അതേസമയം നേരത്തെ കർശന നിയമങ്ങൾ ഉണ്ടായിരുന്ന സൗദി അറേബ്യ ഇപ്പം അത് മാറി അവർ വേറെ ഒരുപാട് ഫോർവേഡായ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പുതിയ രാജകുമാരൻ്റെ കിരീടാവാസിയുടെ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അവർ വിഷൻ 2030 അടിസ്ഥാനത്തിലാണ് ഈ അവിടുത്തെ കിരീടാവകാശി അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ ഈ സമ്പത്തിൻ്റെ വൈവിധ്യവൽക്കരണം നടത്തി എന്നുള്ളതാണ്. അവർക്കറിയാം അവരൊരു അടഞ്ഞ ഭരണകൂടമായിരുന്നാൽ നടക്കില്ല, വിദേശ നിക്ഷേപങ്ങൾ വരേണ്ടതുണ്ട്, വിദേശികൾ വരേണ്ടതുണ്ട്. മതപോലീസിനെ അവർ നിയന്ത്രിച്ചു. അവിടെ പുതിയ ഇപ്പൊ 2025 അവരുടെ കുറെ അധികം അടുത്ത വർഷത്തേക്കുള്ള നിയമങ്ങൾ മാറ്റിയാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ ഡ്രൈവിംഗ് അവകാശങ്ങള്, അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മാറുന്നുണ്ട്. പക്ഷെ അതേസമയം അവർക്ക് മറ്റൊരു വശത്ത് പോരായ്മകൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും സമയമെടുക്കും. കാരണം ഒരു സമൂഹത്തിൽ വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സമയമെടുത്തായിരിക്കും മാറ്റുന്നത്. വലിയൊരു മാറ്റം സൗദി അറേബ്യയെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. അപ്പം ഇറാനെ സംബന്ധിച്ച് അവിടെ മതഭരണകൂടം തന്നെയാണ്. പണ്ട് അയത്തുള്ള ഖമേനി അന്ന് ഇറാനെ ഷായ പുറത്താക്കിയിട്ട് വന്നു. ഇപ്പോഴത്തെ പുതിയ ഖമേനി അദ്ദേഹം മറ്റേ ഖമേനിയേക്കാളും കുറച്ചുകൂടെ തീവ്ര നിലപാടുള്ള ഒരാളാണ്. അതെ. മാത്രമല്ല ഇതിന് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ കൂടുതൽ കർശനമാക്കാനും ഈ ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കാനും. കാരണം ഈ സംഘടനകളും അതാത് രാജ്യങ്ങളിൽ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അവർ സ്ത്രീകളെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല, ഈ ഹിസ്ബുള്ള ഹമാസും ഒക്കെ തന്നെ. മാത്രമല്ല എല്ലാവരും അടിച്ചമർത്തുക, കൊല്ലുക, ഇത്തരം ഈ ഹിംസാത്മകമായ കാര്യങ്ങൾക്ക് ഫണ്ട് ചെയ്യുക എന്നുള്ളൊരു തെറ്റ് ഇറാൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു പ്രധാന പ്രശ്നം ഇവർ ഐസിസ് പോലെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ഇവർ സാധാരണക്കാരായിട്ടുള്ള യമനി യുവതികളെയൊക്കെ പിടിച്ചുകൊണ്ട് ലൈംഗിക അടിമകളാക്കുകയാണ്. അവർ ഒരുപാട് അതിൽ നിന്ന് അതിജീവിച്ച് വന്നിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ആത്മകഥകൾ എഴുതുകയും അവരുടെ ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസും അതുപോലെ മെമേഴ്സും ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ സത്യത്തിൽ കരഞ്ഞു പോകും. ഇവർ അതിഭീകരമായാണ് സ്ത്രീകളെ. കാര്യം മൾട്ടിപ്ലൈ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് സിംഗിൾ ഡേയിൽ ഇവരെ റേപ്പ് ചെയ്യുന്നത്. അവർക്ക് കുറെ കുട്ടികൾ ഉണ്ടാവുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. അത് യസീദി പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലുള്ള 16, 17, 18 വയസ്സുള്ള ചെറിയ മക്കളെയാണ്. അപ്പം എനിക്ക് 16 വയസ്സുള്ള ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയെ പോലെയോ മകളെ പോലെയോ ഒക്കെ തോന്നുന്ന സമയത്താണ് അങ്ങനെയുള്ള. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇവർക്ക് സ്ത്രീകളുടെ പ്രായമാണ് കുറച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കാനുള്ള പുരുഷന് പ്രായപരിധി ഒന്നുമില്ല. 60, 70, 80 വയസ്സ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നത് പോലെ 90 വയസ്സായ ആളുകൾ 7 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ വേറൊരു പതിപ്പായിരിക്കാം ഇത്. പക്ഷേ ഈ ഒരു രാജ്യത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങളുണ്ടല്ലോ, നാളെ അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ അത് ഇവർ ഭയപ്പെടുന്നുണ്ട്. എപ്പോഴും പല രാജ്യങ്ങളിലും ജനകീയ മുന്നേറ്റം ഉണ്ടായത് അതിഭീകരമായി ഉണ്ടായി. പക്ഷെ അന്ന് അടിച്ചമർത്തി 500-ലധികം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കൂ. തെരുവിൽ അടിസ്ഥാനപരമായി അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്കൊരു അവകാശം ഇല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളാണ് അവകാശം തീരുമാനിക്കുന്നത്, ഞങ്ങൾ നിയമം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് അവകാശം, നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കുന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് അവർക്ക് എപ്പോഴും ഈ നാട്ടിൽ നടക്കുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മീഡിയ ഫണ്ട് ചാനലൊക്കെ ഇരുന്നിട്ട് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നത്
ഇതെന്താ എടുത്തു കൊടുക്കാൻ അവരുടെ ആരുടെയും കുത്തകയാണ് സ്വാതന്ത്ര്യം. അതാണ് വ്യക്തിക്ക് സ്വാതന്ത്ര്യം നിർണ്ണയിക്കേണ്ടത് ഒരു നാട്ടിൽ സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആരും ഒന്നും ചെയ്യരുത്. അത് മാത്രമാണ് സ്വാതന്ത്ര്യം. നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ വിവാഹ വാർഷികം ഉണ്ടല്ലോ കൂടെ കൂട്ടിയിട്ട് 46 വർഷം കൂടെ കൂട്ടി എവിടെ നിന്ന് വഴിയിലേക്കായിരുന്നു കൂടെ കൂട്ടി കൊണ്ടുപോകാൻ. അങ്ങനെ അപ്പം അത് അങ്ങനത്തെ ഒരു മെൻ്റൽ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പലർക്കും ഉള്ളത്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ഇത് ഒരു തരത്തിലുമുള്ള ഒരു സൗഹൃദമില്ലാതെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇടയ്ക്കൊരു നാറ്റമുള്ള സമയത്ത് കുഴപ്പമില്ല, സ്ത്രീകളൊക്കെ പഠിച്ചൊക്കെ വന്നു, പെട്ടെന്ന് തിരിച്ചിപ്പം താലിബാന്റെ കയ്യിലേക്ക് വീണ്ടും പോയി, അവർ വീണ്ടും നിയന്ത്രണം തിരിച്ചു കൊണ്ടുവന്നു. താലിബാനിലെ സ്ത്രീകളുടെ അവസ്ഥ അവർക്ക് ശബ്ദം പുറത്തേക്കാൻ പാടില്ല. എങ്ങനെയാണ്? അതായത് ഞാൻ ഒരു മതമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് ജാതി മത സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജെൻഡറിൻ്റെ ഈ ഒരു ബയാസ് അറിയില്ല. കാര്യം എനിക്കൊരു സഹോദരിയാണുള്ളത്. എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും ഒരു പുരുഷന് സ്ത്രീ വ്യത്യാസങ്ങൾ ഞങ്ങളെ വളർത്തിയിട്ടൊന്നുമില്ല. 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുപ്പിച്ചു, തന്നെ പഠിക്കാൻ വിട്ടു. ഞാനൊരു +2 കഴിഞ്ഞ മുതൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആവുക, സെൽഫ് എംപവേർഡ് ആവുക എന്നൊരു സാധനം നമുക്ക് അന്ന് മുതലേ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ അപ്പോൾ എന്ത് പറയും, നിയന്ത്രിച്ചില്ല നീയൊക്കെ അങ്ങ് മതിൽ ചാടിക്കളയും എന്നൊരു രീതിയാണ്. അങ്ങനെയൊന്നുമല്ല. ആണായാലും പെണ്ണായാലും ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും അതിനകത്ത് എന്താണോ പറയുന്ന ധാർമ്മികതയും നിയമം അത് ഞാൻ പാലിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയിൽ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇന്ത്യക്കാർ എത്രയോ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആലോചിച്ചൊക്കെ എപ്പോഴും. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ നമ്മുടെ എനിക്കൊരിക്കലും അപ്പോൾ അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ ഒരാൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നീ നാളെ മുതൽ മുടി കാണിക്കുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ വളർന്നു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇറാനിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരും. അവർ വരുന്നുണ്ടോ എന്നറിയില്ല. കാരണം പോലും ചിലപ്പോൾ ആൺകുട്ടികളായിരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവിടെ തന്നെ നേരെ പഠിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് തിരിച്ച് ഇങ്ങോട്ട് വരിക? അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു ഹിജാബിൻ്റെ ഒരു ചാട്ടവാറടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല. പക്ഷേ ഇറാനിൽ ഉള്ളത് പരിഷ്കൃത സമൂഹമല്ല, ഇറാനിലെ ഭരണകൂടം. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ ധരിക്കണമെന്ന് മര്യാദയ്ക്ക് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും ഈ ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന രീതി, എതിർപ്പുകൾ പറഞ്ഞാൽ അതിനൊക്കെ ക്രൂരമായ അടിച്ചമർത്തുക, കൊല്ലുക, ചാട്ടവാറിനടിക്കുക, ഇതൊക്കെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. നമ്മൾ എന്താണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പഴയ പരിഷ്കൃത സമൂഹങ്ങളിൽ എന്തൊക്കെ ആചാരങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പോലും കടത്തിവിടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് സംഭവിക്കുന്നത്. ഇതിന് എതിരെ ശബ്ദം ഉയർത്താൻ ആരുമില്ല. അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു കാര്യമായ മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ മതഭരണകൂടം അടിസ്ഥാനപരമായി 6-ാം നൂറ്റാണ്ടിലേക്ക് പിന്നോട്ട് സഞ്ചരിക്കുക എന്നതൊരിക്കലും ഭൂഷണമല്ല. നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതാണ്. വ്യക്തികളെ സ്ത്രീയോ പുരുഷനല്ല വ്യക്തികളായി കാണുക എന്നുള്ളതാണ്. മനുഷ്യരായി കാണുക, അത്രയേ ഉള്ളൂ.